കൽക്കി 2898 ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ട് കാണാൻ പോയ ഒരു സിനിമയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമയാണ്. 600 കോടിയാണ് ഈ ഒരു സിനിമയ്ക്ക് മുടക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ വേറെ ആയിരുന്നു. അപ്പോൾ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നുള്ളതാണ്. കാരണം 600 കോടിക്ക് ഉള്ളതുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇന്ത്യൻ സിനിമകൾ പലപ്പോഴും കാണുന്ന സമയത്ത് പറയാറുള്ളതാണ് VFX മോശമാണ്, മേക്കിംഗ് മോശമാണെന്നുള്ളതൊക്കെ. അതെല്ലാം മാറ്റി വെച്ച് ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ തരുന്നതെന്നുള്ളതാണ്. ഇത് ഒരു പക്ക ഫാൻറ്റസി ഫിക്ഷൻ ഒന്നുമല്ല. ഇത് നമ്മളെ ഹിന്ദു പുരാണം പ്ലസ് കുറച്ച് മോഡേൺ ഫിക്ഷൻ അല്ലെങ്കിൽ ഫാൻറ്റസി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇത് ഒരു 1 പാർട്ട് സിനിമയല്ല. ഇത് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമകൾ വരും. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഇത് സക്സസ് അനുസരിച്ചിട്ടായിരിക്കും അടുത്തടുത്ത സിനിമകൾ വരാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 100%യും VFXും അതേപോലെ തന്നെ ഒരു സെറ്റിട്ടുള്ള പരിപാടിയും മൊത്തത്തിലൊരു ഇമാജിനറി വേൾഡിലാണ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ വലിയൊരു ബഡ്ജറ്റ് ഈ ഒരു സിനിമയ്ക്ക് വേണം എന്നുള്ളതാണ്. ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നാഗ് അശ്വിനാണ്. വണ്ടർഫുൾ ഡയറക്ടർ. അതായത് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇത്രയും ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എടുക്കുന്ന സമയത്ത് അത്രയും ഒരു റിസ്ക് എലമെൻറ്റ്, അത്രയും പ്രഷർ പുള്ളിക്ക് ഉണ്ടായിരുന്നിട്ട് കൂടി ഇത്ര നന്നായിട്ട് ആ ഒരു സിനിമയെ പ്രസൻറ്റ് ചെയ്യുക. പ്രസൻറ്റേഷനാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലുത്. നമ്മൾ പലപ്പോഴും സിനിമകൾ കാണുന്ന സമയത്ത് ആ ഒരു സ്റ്റോറിയെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മളോട്ട് കണക്റ്റ് ആവില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ ആ സ്റ്റോറി എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളോട്ട് കണക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സ്റ്റോറി എങ്ങനെയാണോ പോകേണ്ടത് ആ സ്റ്റോറിക്ക് അതിൻ്റേതായ ബാക്ക് സ്റ്റോറി കൊടുത്തിട്ടാണ് ഈ ഒരു സിനിമയെ കൊണ്ടുവരിക്കുന്നത്. അതായത് വെറുതെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് അത് ഈ ക്യാരക്ടർ ഇത്ര ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതല്ല. ആദ്യമേ സിനിമ തുടങ്ങുന്ന ആദ്യത്തെ 5 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ മിസ്സാവാതെ കാണണം. അതിനുശേഷമുള്ള കുറേ കാര്യങ്ങൾക്ക് ഈ ഒരു 5 മിനിറ്റുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, മഹാഭാരതത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ അറിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പം നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ മനസ്സിലാവും. അപ്പം ഇത് മഹാഭാരതമായിട്ട് റിലേഷൻ ഉള്ളൊരു സിനിമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഒരു മോഡേൺ വേൾഡിൽ, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ കലിയുഗത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതാരം എടുക്കുന്നതാണല്ലോ അവസാനം കലിയുഗം എന്ന് പറയുന്നത്. കലിയുഗത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, 2ാമത്തെ പോർഷനാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. കലിയുഗം കഴിഞ്ഞിട്ട് 6000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഹാവിഷ്ണു കൃഷ്ണനായിട്ട് അവതാരം എടുക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതും ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഒരു 3 മണിക്കൂറുള്ളൊരു സിനിമയാണ്. ആദ്യത്തെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഉണ്ട്. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഒരു ലേശം ഭയങ്കര സ്ലോ പേസിൽ പോകുന്നു, സ്റ്റോറി പറഞ്ഞു പോകുന്നു. അപ്പോൾ അതിൻ്റേതായ ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ലാഗുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അതിൻ്റെയും കൂടെ സെക്കൻഡ് ഹാഫിൽ തീരും. സെക്കൻഡ് ഹാഫ് ചുമ്മാ തീയാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് പെർഫോമൻസാണ്. പുള്ളി വേറെ പുള്ളി സ്ക്രീനിലങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രഭാസിൻ്റെ സിനിമയാണെങ്കിൽ കൂടി ഇത് അമിതാഭ് ബച്ചനാണ് ഈ ഒരു സിനിമയിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ദുൽഖറുണ്ട് സിനിമയിൽ. ദുൽഖറിൻ്റെ ക്യാമിയോ റോൾ വരുന്നുണ്ട്. ദുൽഖറിനെ കൂടാതെ വേറെ ക്യാമിയോ റോളുകളുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പോയി കണ്ടാൽ മതി. ദുൽഖറിൻ്റെ ക്യാമിയോ റോൾ ഇന്നലെ അറിഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതാണ് ദുൽഖറിനകത്തുണ്ടെന്നുള്ളത്. ഒരു 2 മിനിറ്റ് എന്തോ ഉള്ളൂ ദുൽഖറിൻ്റെ റോളെന്ന്. പക്ഷേ ആ റോൾ വൃത്തിയായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാസ്, എനിക്ക് തോന്നുന്നു പ്രഭാസിൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല സിനിമ വരുന്നത്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമ വരുന്നത്. അതിനകത്ത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിവതും മലയാളത്തിൽ കാണാതിരിക്കുക. ഭയങ്കര ബോറ് ഡയലോഗ്സാണ് കേട്ടോ. ഡയലോഗ് ഡെലിവറി വരുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ, പ്രത്യേകിച്ച് ആ ബുജ്ജിയുടെ, കീർത്തി സുരേഷിൻ്റെ ഡയലോഗ്സൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബോറിങ്. അതേപോലെ ശോഭനയുടെ ഡയലോഗൊക്കെ വരുന്ന സമയത്ത് എന്തോ ഒരു ഡ്രാമാറ്റിക് ഫീൽ എനിക്ക് തോന്നി. തമിഴിലോ തെലുങ്കിലോ കാണുവാണെങ്കിൽ അത് കാണില്ല, ഒറിജിനൽ ലാംഗ്വേജിൽ കാണുവാണെങ്കിൽ അത് കാണില്ല. അതൊരു ഫീൽ എനിക്കുണ്ട്. എന്തായാലും തമിഴിൽ തെലുങ്കിലോ കാണാൻ പറ്റുമെങ്കിൽ അത് തന്നെ കാണുക. ഒരു നല്ല സ്ക്രീനിൽ, വലിയൊരു സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാണുക. നല്ല സൗണ്ട് എഫക്റ്റൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ക്വാളിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. VFXൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. 600 കോടി എന്തുകൊണ്ടാണ് ഇതിന് ചിലവാകുന്നതെന്നുള്ളത് നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. അതായത് ഇതിൻ്റെ ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ സെറ്റ് ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ VFX ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡാണ് കാണിക്കുന്നത്. ഭൂമി മൊത്തവും ഒരാൾ ഭരിക്കുന്നു. അങ്ങനെയുള്ള ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാറുള്ള പോലെ തന്നെ ഇപ്പോൾ ഡ്യൂൺ പോലെ അല്ലെങ്കിൽ മാഡ് മാക്സ് പോലെയോ അങ്ങനെ, ഇപ്പോൾ സിറ്റാഡലിനകത്ത് മറ്റേ വൈബ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സാധനമൊക്കെ ഇതിനകത്ത് അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറി. അതേപോലെ തന്നെ ആ ഒരു കളർ ഗ്രേഡിങ് എടുത്തു പറയേണ്ടതാണ്. കിഡിലൻ കളർ ഗ്രേഡിങ് ആണ്. പിന്നെ ആ ഒരു വണ്ടി ബുജ്ജി എന്ന് പറയുന്ന ആ ഒരു കാറ്, അത് ഗംഭീര പെർഫോമൻസ് ഉണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത VFX ആണ്. ഇപ്പം
നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ കണ്ടില്ലേ, ആ ഒരു ഫീൽ ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഇടയ്ക്ക് എപ്പോഴും ഒക്കെ വന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ര പെർഫെക്ഷന് വേണ്ടിയിട്ട് എടുത്തൊരു സിനിമയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് മഹാഭാരതം കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്ന് മഹാഭാരതത്തിൽ ഔട്ട്ലൈൻ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ, ക്യാരക്ടർ നെയിമുകൾ, ഇപ്പം അർജുനൻ, കൃഷ്ണൻ, കർണൻ, ആ ഒരു സാധനമൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, പഠിച്ചിട്ട് പോയാലും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ശോഭനയുണ്ട്, അന്നാബെന്നുണ്ട്. അന്നാബെന്ന് കുറച്ച് സമയമുണ്ടെങ്കിൽ നല്ല കിടിലൻ പെർഫോമൻസ് ആണ്. ശോഭനയ്ക്ക് അത്യാവശ്യം നല്ല റോളുണ്ട്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഒരു കിടിലൻ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപിക പദുക്കോൺ, ദീപികയ്ക്ക് ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഭയങ്കര ഇമ്പോർട്ടൻസ്, അതായത് പുള്ളിക്കാരിയെ സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ പോകുന്നതെന്നുള്ളതാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. ഭയങ്കര മെച്യൂറായിട്ടുള്ളൊരു റോള് ചെയ്യുക, അങ്ങനെ എടുത്തൊരു റോള് ചെയ്യുന്നു, അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് സുപ്രീം, അതായത് എന്താണ് കോംപ്ലക്സിലെ സുപ്രീം കമൽഹാസൻ, ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ മോനെ. ഇപ്പം അത് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിപ്പോൾ ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതേപോലത്തെ നമ്മൾ കുറേ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതായത് വൺ ആൻഡ് ഉള്ളി എംബറർ എന്നുണ്ടല്ലോ, പുള്ളിയാണ് ഫുള്ള് മൊത്തത്തിൽ ഭരിക്കുന്നത്, കൊല്ലാൻ പറ്റില്ല, ഭയങ്കര ഇമ്മോർട്ടൽ ജോ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഇമ്മോർട്ടലായിട്ടുള്ളൊരു ഭയങ്കര ക്യാരക്ടർ. ആദ്യം കാണിക്കുന്ന ഒരു സാധനം വേറെ ലെവലായിട്ട് തന്നെയാണ്. കാരണം ഭയങ്കര എന്താണ് പറയുന്നത്, നമ്മൾ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലോടുകൂടി ഈ ഒരു സിനിമ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് കുറേ റെഫറൻസുകൾ നാഗേശ്വൻ ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പം നമ്മളുടെ ഹിന്ദു പുരാണത്തിൽ നിന്ന് എടുത്ത സ്റ്റോറിയാണ്, ഓക്കെ, അതിനകത്ത് നിന്നുള്ള റെഫറൻസ് വെച്ചിട്ടാണ് കഥ എഴുതിയിട്ടുള്ളത്. ഡ്യൂണിനകത്ത് നിന്നുള്ള കുറേ റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് ആപ്പിൾ ടേബിൾസിൻ്റെ, അതിനകത്തുനിന്ന് കുറേ റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്. ഫ്യൂരിയോസിൽ നിന്ന് കുറേ, അല്ലെങ്കിൽ മാഡ് മാക്സിൻ്റെ പോലുള്ള സിനിമകളിൽ നിന്നും റെഫറൻസുകളാണ് ഞാൻ പറയുന്നത്, കോപ്പി അടിച്ചു എന്നല്ല, റെഫറൻസുകളാണ്. അത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരു സിനിമയെ റെഫർ ചെയ്തിട്ട് അതേപോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്തോ വലിയ തെറ്റായിട്ടുള്ളതെന്ന് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. അത് നല്ല കാര്യമാണ്, പക്ഷെ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറേ പേര് വന്നിട്ട് പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഇംഗ്ലീഷ് സിനിമ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനല്ല, ആ ഒരു സിനിമ പുള്ളി കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. അതേപോലെ തന്നെ പുള്ളി ഈ പല സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്ന് റെഫറൻസ് എടുത്ത് അല്ലെങ്കിൽ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ബാക്ക് സ്റ്റോറി തൊട്ട് ഇങ്ങോട്ട് ഓരോ സ്റ്റോറി പറഞ്ഞു വരുന്ന സമയത്തും ഗംഭീരമായിട്ട് തന്നെയാണ്. എവിടെ നമുക്ക് തോന്നില്ല, ഇതിന് ലോജിക്കില്ലായ്മ നമുക്ക് തോന്നില്ല. ഒരു ടെക്നോളജിക്കലി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു വേൾഡൊക്കെയാണ് കാണിക്കുന്നത്. അതിനെ ഒന്ന് നമ്മളൊരു ഇന്ത്യനൈസ് ചെയ്യുക എന്ന് പറയലേ, ഇന്ത്യൻ വൽക്കരിച്ച ഒരു മോഡേൺ വേൾഡ് കാണിക്കുന്നു. അപ്പോഴും ഇവിടെ നമ്മളുടെ ഹിന്ദു ആചാരങ്ങൾ, ഹിന്ദു പുരാണങ്ങൾ അതൊക്കെ സ്റ്റിൽ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പം കൃഷ്ണൻ പോലെയുള്ള ദൈവങ്ങളെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി സിനിമ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എൻ്റെ മോനെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചൻ ഇത് എങ്ങനെ ചെയ്യുന്നു പുള്ളി ഈ പ്രായത്തിൽ. ഇത് ഇജാതി ഭയങ്കര സ്വാഗുള്ളൊരു ക്യാരക്ടറാണ് പുള്ളിയുള്ളത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഒരു സിനിമ കാണാൻ പോകുമ്പോൾ. നമ്മൾ പ്രവാസിൻ്റെ ഒരു സിനിമ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര സ്വാഗുള്ള ക്യാരക്ടർ, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ പ്രഭാസിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട് ക്ലൈമാക്സിൽ, ഭയങ്കര ഒരു 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 1-2 മിനിറ്റത്തേക്ക് വേറൊരു സാധനം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ, അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞില്ല, ആ സാധനം ആ ഒരു സമയത്ത് കാണുമെന്നുള്ളതാണ്. അപ്പം ഇത് ഒരു സിനിമ കൊണ്ടോ 2 സിനിമ കൊണ്ടോ 3 സിനിമ കൊണ്ടോ ഒന്നും തീരുന്നൊരു സ്റ്റോറിയല്ല. അപ്പം ഇതിനെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഈ ഒരു സിനിമയുടെ സക്സസ് അനുസരിച്ചായിരിക്കും ബാക്കി അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനി അതിലെന്തായാലും പറയാനായിട്ടുള്ളത്, മ്യൂസിക് ചെയ്തിരിക്കുന്ന സന്തോഷ് നാരായണനാണ്. വേറെ വി എഫ് എക്സിൻ്റെ കാര്യം എടുത്തു പറയണം. ആ VFX ടീമിനെയാണ് ആദിപുരുഷൊക്കെ എനിക്ക് തോന്നുന്നു. ആദിപുരുഷ് പിള്ളേരെ കൊണ്ടെന്തോ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടെന്താണ് ചെയ്തത്. ഇത്രയും നന്നായിട്ട് VFX ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ടാണ് ആ സിനിമയ്ക്ക് അത്രയും നശിപ്പിച്ചിട്ടുള്ളത്. പല ഹോളിവുഡ് സിനിമകളും VFX ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാരാണ്. അത് നമുക്ക്, അതായത് നമ്മളുടെ ഇന്ത്യൻ, അതായത് ഈ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാരെ കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നമുക്കിത് കഴിവില്ലാത്തത് കൊണ്ടും അല്ല, പക്ഷെ നമ്മൾ ചെയ്ത് കാണിച്ചു ഈ അവസാനം. ഒരു രക്ഷയില്ലാത്ത സിനിമ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇനി ഇത്
ഇത് എന്ത് നെഗറ്റീവ് ഉണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലൊരു സിനിമ ഇത്രയും വരെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ത്യൻ സിനിമാറ്റിക് ഹിസ്റ്ററിയിൽ ഇത്രയും ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന സിനിമ ഇറങ്ങിയിട്ടില്ല. ഇതിനകത്ത് ഒരു ഫാൻറ്റസി സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഫാൻറ്റസി സിനിമയാണ്. ഇതിനകത്ത് ഹിന്ദു പുരാണത്തിൻ്റെ അല്ലെങ്കിൽ മഹാഭാരതം റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. പക്ഷേ നമുക്കിതൊരു മോഡേൺ സിനിമ ഫീല് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് അതിനതിൻ്റേതായ ആ ഒരു ലോജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കൊടുത്തിട്ട് വേറെ ലെവൽ തന്നിരിക്കുന്ന സിനിമ. നാഗേശ്വൻ, യു ആർ എ ഗ്രേറ്റ് ഡയറക്ടർ, അത് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമ ഇന്ത്യയുടെ കളക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കി സിനിമകൾ. കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമ, അപ്പം അത്രയും വലിയൊരു കളക്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ബഡ്ജറ്റ് അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ സക്സസ് പോലെ ഇരിക്കും. ഇന്ത്യ നമ്മളുടെ ആളുകൾ എങ്ങനെ ഈ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഇതിൻ്റെ ബാക്കി ഫ്യൂച്ചർ കൽക്കികളുടെ പ്രോജക്റ്റിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കാനായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ പ്രോജക്റ്റുകൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ സിനിമ സക്സസ് ആവണം. അപ്പോൾ ഇത്രയാണ് എനിക്ക് കൽക്കി 2898 AD പറ്റിയിട്ട് പറയാനുള്ളത്. 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമ. ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണിത്. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്.